Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇന്ന് നമുക്ക് 72ാമത്തെ സൂക്തമാണ്, സൂറത്തുൽ അൻഫാൽ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وهاجروا وجاهدوا بأموالهم وأنفسهم في سبيل الله والذين آووا ونصروا أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا وإن استنصروكم في الدين فعليكم النصر إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير. إن الذين തീർച്ചയായും ഒരു വിഭാഗം ആൾക്കാർ ആമനു അവർ വിശ്വസിച്ചു, സത്യവിശ്വാസം സ്വീകരിച്ചു. വഹാജറു സ്വദേശം വെടിയുകയും ചെയ്തു, ഹിജ്റ പോയി. വജാഹദു അവർ സമരം ചെയ്തു, ബി അംവാലിഹിം തങ്ങളുടെ മുതലുകൾ കൊണ്ടും, വഅൻഫുസിഹിം ശരീരങ്ങൾ കൊണ്ടും, ഫീ സബീലില്ലാഹി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ. വല്ലദീന ആവൗ പിന്നെ മറ്റൊരു വിഭാഗം, വല്ലദീന വേറൊരു വിഭാഗം, ആവൗ അവർ അഭയം നൽകി, വനസ്വറു അവർ സഹായിക്കുകയും ചെയ്തു. ഉലൈക ബഅലുഹും ഔലിയാഉ ബഅൽ അവർ പരസ്പരം രക്ഷകരാകുന്നു, മിത്രങ്ങളാകുന്നു. ഉലൈക അവർ, ബഅലുഹും അവരിലെ ചിലർ, ഔലിയാഉ ബഅലിൻ ചിലരുടെ ഔലിയാക്കളാകുന്നു, മിത്രങ്ങളാകുന്നു, രക്ഷകരാകുന്നു. വല്ലദീന ആമനു പിന്നെ വേറൊരു വിഭാഗം അവർ വിശ്വസിച്ചു. വലം യുഹാജിറു അവർ നാട് വെടിഞ്ഞില്ല, നാട് വിട്ടില്ല, ഹിജ്റ പോയില്ല. മാലക്കും നിങ്ങൾക്കില്ല, വിശ്വാസി സമൂഹമേ നിങ്ങൾക്കില്ല, മിൻ വലായതിഹിം അവരുടെ സംരക്ഷണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ രക്ഷാകർതൃത്വം, മിൻ ഷൈൻ ഒരു തരത്തിലുമില്ല, ഹത്താ യുഹാജിറു അവർ നാട് വെടിയുന്നത് വരെ, അവർ ഹിജ്റ പോകുന്നത് വരെ. വ ഇനിസ്തൻസ്വറൂക്കും ഇനി അവർ നിങ്ങളോട് സഹായം തേടിയാൽ, ഫിദ്ദീനി ദീനിൽ ദീനിൻ്റെ കാര്യത്തിൽ അവർ സഹായം തേടിയാൽ, ഫഅലൈക്കും നിങ്ങളുടെ മേൽ ബാധ്യതയുണ്ട്, അന്നസ്റു സഹായിക്കൽ. ഇല്ലാ അലാ ഖൗമിൻ അതൊരു ജനതയ്ക്ക് എതിരാകാൻ പാടില്ല. ബൈനക്കും വ ബൈനഹും മീസാഖുൻ അവർക്കും നിങ്ങൾക്കുമിടയിൽ കരാർ നിലവിലുണ്ട്. അങ്ങനെ ഒരു ജനതക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് എതിരാകാൻ പാടില്ല. വല്ലാഹു ബിമാ തഅമലൂന ബസീർ നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും അല്ലാഹു കാണുന്നവനാകുന്നു. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇന്നല്ലദീന ആമനു തീർച്ചയായും വിശ്വസിച്ചവർ അല്ലെങ്കിൽ സത്യവിശ്വാസം സ്വീകരിച്ചവർ, വഹാജറു നാട് വെടിയുകയും ചെയ്തവർ. നാട് വെടിയുക എന്ന് പറയുമ്പോൾ വലിയൊരു വിഷയമാണത്. വെറുതെ നാട് വിട്ട് പോകല്ലല്ല, അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് അന്യനാടിൽ ഒരു പിടിപാടില്ലാത്ത അന്യനാട്ടിലേക്ക് പോവാൻ. അങ്ങനെ ഹിജ്റ പോയവരും, വജാഹദു ബി അംവാലിഹിം വഅൻഫുസിഹിം തങ്ങളുടെ ശരീരം കൊണ്ടും മുതലുകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊരുതുകയും അല്ലെങ്കിൽ സമരം ചെയ്യുകയും അധ്വാന പരിശ്രമങ്ങൾ നടത്തുകയും, അതൊക്കെയാണ് ജിഹാദ് ചെയ്തവർ, ജിഹാദ് ചെയ്യുകയും ചെയ്തവർ. ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ വഴിയിൽ. വല്ലദീന ആവൗ അഭയം നൽകുക അവർക്ക് അഭയം നൽകുകയും ചെയ്തവർ, അതാരാ? അത് മദീനക്കാർ. വനസറു സഹായിക്കുകയും ചെയ്തവർ,
ഉലൈക ബഅലുഹും ഔലിയാഉ ബഅൽ, അവർ പരസ്പരം രക്ഷകരാകുന്നു, പരസ്പരം മിത്രങ്ങളാകുന്നു, പരസ്പരം സംരക്ഷണം ഏറ്റെടുത്തവരാകുന്നു. വല്ലദീന ആമനു, പിന്നെ വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, അവർ വിശ്വസിച്ചിട്ടുണ്ട്. വലം യുഹാജിറു, നാട് വെടിയാൻ അവർ തയ്യാറായിട്ടില്ല, അവർ നാട് വെടിഞ്ഞിട്ടില്ല, ഹിജറ പോയിട്ടില്ല. മാ ലക്കും നിങ്ങൾക്കില്ല, അവിടെ മാ എന്നുള്ളത് നിഷേധാർത്ഥമാണ്. മാ ലക്കും നിങ്ങൾക്കില്ല, വിശ്വാസി സമൂഹമേ, വിശ്വാസികളുടെ നേതൃത്വത്തോടാണ്, നിങ്ങൾക്കില്ല. മിൻ വലായത്തിഹിം, അവരുടെ സംരക്ഷണത്തിൽ നിന്ന്, മിൻ ഷൈഇൻ ഒന്നും, ഹത്താ യുഹാജിറു, അവർ നാട് വെടിഞ്ഞു വരുന്നത് വരെ. ഇനിസ്തൻസ്വറൂക്കും, ഇനി അവർ നിങ്ങളോട് സഹായം തേടിയാൽ, ഫിദ്ദീനി, ദീനിൻ്റെ കാര്യത്തിൽ, ഫഅലൈക്കുമുൻ നസ്റു, അപ്പോൾ നിങ്ങൾ അവരെ സഹായിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഇല്ലാ അലാ ഖൗമിൻ, അതൊരു ജനതയ്ക്ക് എതിരാകാൻ പാടില്ല. ബൈനക്കും വ ബൈനഹും മീസാഖും, നിങ്ങൾക്കും അവർക്കും ഇടയിൽ കരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ജനത അഥവാ ഒരു രാജ്യം അവർക്കെതിരാകാൻ പാടില്ല. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും കാണുന്നവനാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് ഇസ്ലാമിക രാജ്യം അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം, അതിൻ്റെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. അതായത് നമുക്കല്ല ഇത് ബാധകമാവുക. ഒരു രാജ്യ നേതൃത്വത്തിന്, ഒരു രാഷ്ട്ര നേതൃത്വത്തിന് ബാധകമാകുന്ന വിഷയമാണ്. എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഹിജ്റ ചെയ്ത് മദീനയിലെത്തി. അവർ മുഅ്മിനീങ്ങളായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആദർശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നാട് വെടിഞ്ഞു. നാട് വെടിയാന്ന് പറയുമ്പോൾ ഒറ്റയടിക്കൊരു നാട് വിട്ട് പോകുക, ഒരു ടൂറ് പോകുക അല്ലല്ലോ അത്. അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും മക്കത്ത് ഉപേക്ഷിക്കുക, പലരും കുടുംബങ്ങളെ ഉപേക്ഷിക്കുക, പലരും മാതാപിതാക്കളെ ഉപേക്ഷിക്കുക, പലരും മക്കളെ ഉപേക്ഷിക്കുക, പലർക്കും ഭാര്യമാരെ ഉപേക്ഷിക്കേണ്ടി വരിക. ഒരുപാട് സമ്പാദ്യങ്ങൾ, ഭൂസ്വത്ത്, വലിയ സമ്പാദ്യമല്ലേ, ഈത്തപ്പനയുടെ തോട്ടം, മുന്തിരിയുടെ തോട്ടം, കച്ചവടം ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു എത്തും പിടിയില്ലാതെ അങ്ങോട്ട് പോവുകയാണ് മദീനയിലേക്ക്. അള്ളാഹ് ഏറ്റെടുക്കും എന്നുള്ളൊരു ഒരു ധൈര്യത്തിലാണ് അവർ പോകുന്നത്. അവരാണ് ഇന്നല്ലദീന ആമനൂ വ ഹാജറു, അവരാണ് ഈമാൻ കൈക്കൊള്ളുകയും ഹിജ്റ പോവുകയും ചെയ്തവർ. ഒന്നാമത്തെ വിഭാഗം. 4 വിഭാഗം ആൾക്കാരാണ് ഇതിൽ വരിക. ഒന്ന്, ഈമാൻ കൈക്കൊണ്ടു, അവർ നാടും വീടും കുടുംബവും ഒക്കെ വെടിഞ്ഞ് ഹിജ്റ പോയി. എന്തിനാ പോയത്? അവിടെ സുഖമായിട്ട് കഴിയാൻ പോയതാണ്, ദീൻ സംരക്ഷിക്കാൻ പോയതാണ്, ആദർശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ജീവിച്ചുകൊണ്ട്, ഞങ്ങളുടെ ദീനുമായിട്ട് ജീവിച്ചുകൊണ്ട്, ഞങ്ങളുടെ തൗഹീദുമായിട്ട് ജീവിച്ചുകൊണ്ട് ഇവിടെ കഴിയില്ല. മദീനയിൽ അവർ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, പോവുകയാണ്. അതിനാണ് ദീൻ സംരക്ഷിക്കാൻ വേണ്ടി പോവുക, ദീനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോവുകയാണ്. അപ്പം അങ്ങനെ പോയപ്പോൾ അവർ ഒന്നാമത്തെ വിഭാഗം, അല്ലദീന ആമനു വ ഹാജറു. പിന്നെ വജാഹദു ബി അംവാലിഹിം, അതും ചെയ്തിട്ടുണ്ട് അവർ. തങ്ങളുടെ മുതലുകളെ കൊണ്ട്, വഅൻഫുസിഹിം, ജീവനുകളെ കൊണ്ട്, അല്ലെങ്കിൽ ശരീരങ്ങളെ കൊണ്ട്. എല്ലാം ശരീരം ആണല്ലോ ഹിജ്റ പോകുമ്പോൾ വലിയ അധ്വാനം നിർവഹിച്ചവർ. അത് ബദർ യുദ്ധാനന്തരാണ് പറയണത്. അപ്പോൾ അവർ ഹിജ്റ പോയി വലിയ ത്യാഗം ചെയ്തു, ശരീരം കൊണ്ട് ജിഹാദ് ചെയ്തു, ബദർ യുദ്ധം. ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട വിഭാഗം ആൾക്കാരാണ്. ഇവിടെ 4 ഗുണങ്ങളാണ് അവരുടേത് പറഞ്ഞത്. ഒന്ന് ഇന്നല്ലദീന ആമനു, ഒന്ന് ഈമാന്, 2 വഹാജറു ഹിജ്റ, 3 വജാഹദു ബി അംവാലിഹിം, അവരുടെ മുതലുകളെ കൊണ്ട് അവർ ജിഹാദ് ചെയ്തു, അധ്വാന പരിശ്രമം. എന്ന് വെച്ചാൽ മുതൽ ചെലവഴിക്കുക, ഒരു മടിയില്ല അവർക്ക്. വഅൻഫുസിഹിം, അവരുടെ ശരീരങ്ങളും, അവരുടെ സ്വന്തം ജീവൻ, സ്വന്തം ശരീരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്, വിനിയോഗിക്കുന്നതിന്, അഥവാ കൊല്ലപ്പെടേണ്ടി വന്നാൽ ആയതിനും രക്തസാക്ഷികളാകുവാനും സന്നദ്ധരായവരാണവർ. കണ്ടോ, ജാഹദു ബി അംവാലിഹിം അൻഫുസിഹിം, അത് 2 മണിക്ക് ഒന്നായിട്ട് എണ്ണ, 2ആയിട്ട് എണ്ണിയ 4 ഗുണങ്ങൾ, ഒന്നായിട്ട് എണ്ണിയ 3 ഗുണങ്ങൾ. ഒന്ന് ഈമാന്, ഒന്ന് ഹിജ്റ, മുതലുകൊണ്ടും ജീവൻ കൊണ്ടുമുള്ള ജിഹാദ്. ഇത് ചെയ്തവർ. പിന്നെ ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ വഴിയിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ പ്രീതിയിൽ എന്നൊക്കെ അതിനർത്ഥം പറയാം. വല്ലദീന ആവൗ, പിന്നെ 2ാമത്തെ വിഭാഗം, വല്ലദീന ആവൗ, ആവാറിനെന്താ? അഭയം നൽകുക. മഅ്വാഹും ജഹന്നമു എന്നൊക്കെ പറയില്ലേ, അവരുടെ കേന്ദ്രം, അവരുടെ അഭയസ്ഥാനം മഅ്വ എന്ന് പറഞ്ഞത്. ആവാറിനാൽ അഭയം നൽകി. വല്ലദീന ആവൗ, അഭയം നൽകിയവർ. അതാണ് മദീനയിലുള്ള അൻസാറുകൾ.
ഇവർ ചെന്നപ്പോൾ അവരെ സ്വീകരിച്ചത് മദീനയിലുള്ള അൻസാർ വിരുന്നുകാർ ചെല്ലണിയിലേറെ സ്നേഹത്തിലാണ് സ്വീകരിച്ചത്. ഇവരിവിടുന്ന് പോകൂല, ഇവിടെ തന്നെ കൂടാൻ വരികയാണ്, എന്നിട്ടും സ്വീകരിക്കുകയാണ്. വലിയ ത്യാഗമാണത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒന്നോ രണ്ടോ ഒരു ആരെങ്കിലും വീട്ടിൽ വന്നാൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേന് വല്ലൊന്ന് പോയി കിട്ടിയാൽ മതിയേനു എന്ന് ആലോചിക്കും ആൾക്കാർ. അങ്ങനെയല്ലേ? നമ്മൾ ചിലപ്പോൾ തമാശയിലൊക്കെ പറയാറ് ഇനി എപ്പോഴാണ് നിങ്ങൾ പോകുക എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. ഇത് നോക്കി നിങ്ങൾ, ഇവർ പോകൂല, ഇവർ ഇവിടെ താമസിക്കാൻ വരിക. അവർക്ക് വീടില്ല, സമ്പത്തില്ല, അവർക്ക് വീട് കൊടുക്കണം, സമ്പത്ത് കൊടുക്കണം, ജീവിത വിഭവങ്ങൾ നൽകണം. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു കൊടുക്കുക. ഇയാളെ ഇജ്ജ് കൊണ്ടുപോകണം കേട്ടോ, ഇയാളെ ഈ കൊണ്ടുപോകണം കേട്ടോ, ഇയാൾ എൻ്റെ സഹോദരനാണ്, ഇയാളെ ഇങ്ങനെ ഓരോരുത്തരും വീട്ടിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. സുബ്ഹാനല്ലാഹ്. എത്ര കാലമെന്ന് വെച്ചിട്ടാ, എന്തുണ്ട് എന്ന് വെച്ചിട്ടാ? സമ്പന്നരൊന്നുമല്ല അത്ര അവർ. പിൽക്കാലത്ത് അവർ ഇസ്ലാമിക വ്യവസ്ഥയ്ക്ക് കീഴിൽ അവർക്ക് സൗകര്യത്തിലായി കുറേ കാലം കഴിയുമ്പോൾ അതുവരെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതാണ് ഇവിടെ ഇന്നല്ലദീന ആമനു വഹാജറു വജാഹദു ബി അംവാലിഹിം വ അൻഫുസിഹിം. വലിയ ത്യാഗമാണ് അവർ ചെയ്യുന്നത്. സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്യാന്നാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആവശ്യം വരുമ്പോൾ അവർ ചെലവഴിക്കുക. ഇവിടെ മുഹാജിറുകളെ സ്വീകരിച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കുകയാണ് അൻസാറുകൾ. ഇവരാണ് ഒന്നാമത്തെ വിഭാഗം. ഫീ സബീൽ വല്ലദീന ആവവ നസറു, അവർക്ക് അഭയം നൽകിയ. അതാണ് അഭയം നൽകിയ എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അപ്പോൾ നസറു സഹായിക്കുകയും ചെയ്തു. അതാരാ? അത് അൻസാറുകൾ. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം. ഉലൈക ബഅദുഹും ഔലിയ, അവർ പരസ്പരം ഔലിയാക്കളാണ്. നമ്മളെ നാട്ടിൽ ഔലിയാക്കൾ പറഞ്ഞാൽ അവലോടൊന്ന് ആരാധിച്ച് കളയാം, അവലോടെ ദുആ ചെയ്ത് കളയാം. അതല്ലത്. ഔലിയ എന്നെന്താ? പരസ്പരം മിത്രങ്ങളാണ്, പരസ്പരം ഇഷ്ടമുള്ളവരാണ്, പരസ്പരം സഹായിക്കുന്നവരാണ്, പരസ്പരം സംരക്ഷണം ഏറ്റെടുത്തവരാണ്. അതൊക്കെയാണ് ഔലിയ എന്ന് പറഞ്ഞത്. അപ്പോൾ ഉലൈക ബഅദുഹും, അവരിലെ ഉലൈക അവർ, ബഅദുഹും അവരിലെ ചിലർ, ഔലിയാഉ ബഅദിൻ, ചിലരുടെ മിത്രങ്ങളാണ്. അപ്പോൾ പരസ്പരം മിത്രങ്ങളാണ് എന്നാണ് ചുരുക്കം. പിന്നെ വല്ലദീന ആമനു, ഹിജ്റ പോവുകയും, ആമനു വിശ്വസിക്കുകയും, വലം യുഹാജിറു, ഹിജ്റ പോകാതിരിക്കുകയും. വിശ്വസിച്ച് മക്കത്ത് തന്നെ നിൽക്കുകയാണ്, ഹിജ്റ പോകാനൊന്നും ആവില്ല. അതിനൊന്നും വെജ്ജ. നാട് വിടണം, കുടുംബം വിടണം, സമ്പത്ത് ഒഴിവാക്കണം, അതൊക്കെ വലിയ ക്ഷീണമാണ്. അതൊക്കെ വലിയ ഇങ്ങനെ ചിന്തിച്ച ഒറ്റപ്പെട്ട ചില ആൾക്കാരുണ്ട്. മക്കത്ത് തന്നെ കഴിയാണ്. ഒരു നിവൃത്തിയില്ലാതെ പോകാതെന്നവരുണ്ട് കേട്ടോ. ആരെ? വിശ്വാസികളായതിൻ്റെ പേരിൽ വീട്ടുകാർ വീട്ടുതടങ്കലിലാക്കിയാലൊക്കെ ഓർക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഇതാരാണ്? ഇത് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഹിജ്റ പോകാനൊന്നും ആവില്ല. അതൊക്കെ വലിയ ചൊറയാണ്. അങ്ങനെയാണല്ലോ നമ്മളെ നാട്ടിലൊക്കെ. അതൊക്കെ വലിയ ചൊറയാണ്. എന്താ കാരണം? അവിടെ പോയിട്ട് വീടുണ്ട്, അവിടെ കുടുംബമുണ്ട്, അവിടെ മുതലുണ്ട്, അവിടെ എങ്ങനെ ജീവിക്കും? ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഭൗതിക സൗകര്യങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കുന്നതിന് മനക്ലേശം അനുഭവിച്ചവർ, അതാണ് വല്ലദീന ആമനു, വിശ്വസിച്ചു, വലം യുഹാജിറു, സൗകര്യം ഉണ്ടായിട്ടും പോകാതെന്നോലും കേട്ടോ, സൗകര്യം ഇല്ലാതെ പോകാതെന്നോലും ഉണ്ടാവും, അത് നീ കൂട്ടൂല. വലം യുഹാജിറു, അവർ ഹിജ്റ പോയിട്ടില്ല. മാലക്കും, നിങ്ങൾക്കില്ല, മിൻ വലായത്തിഹിം, അവരുടെ രക്ഷാകർത്തൃത്വം, അവരുടെ സംരക്ഷണ ഉത്തരവാദിത്വം, മിൻ ഷൈഇൻ, ഒരു തരത്തിലും, ഹത്താ യുഹാജിറു, അവർ ഹിജ്റ പോകുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ഹിജ്റ 4 വിഭാഗമായിട്ടാണ് സയ്യിദ് റഷീദ് റളിയല്ലാഹു പോലെയുള്ള ആൾക്കാർ ഇവരെ വേർതിരിച്ചത്. ഒന്ന്, മുഅ്മിനീങ്ങളായി ഹിജ്റയും പോയി. രണ്ടാമത്തത്, മദീനയിലുള്ള അൻസാറുകൾ ഹിജ്റ ചെയ്ത് അവിടെ എത്തിയവരെ സഹായിക്കുകയും അഭയം നൽകുകയും ചെയ്തു. മൂന്നാമത്തെ ഒരു വിഭാഗം ഇവിടെ പറഞ്ഞിട്ടില്ല. അതാരാന്നറിയോ? അത് പിൽക്കാലത്ത് ഹിജ്റ പോയവർ. അതായത് ആദ്യഘട്ടത്ത് പോയിട്ടില്ല. പിൽക്കാലത്ത് ഹുദൈബിയ സന്ധിയോടനുബന്ധിച്ചൊക്കെ ഹിജ്റ പോയ വേറെ ആൾക്കാരുണ്ട്. അവർ റസൂലിൻ്റെ കൂടെ ആദ്യഘട്ടത്ത് പോയിട്ടില്ല, പിൽക്കാലത്ത് അവർ ഹിജ്റ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വിഭാഗം അത് ഇവിടെ പറഞ്ഞിട്ടില്ല. നാലാമത്തെ വിഭാഗം ഇസ്ലാം സ്വീകരിച്ചു, പക്ഷേ ഹിജ്റ പോയില്ല. ഹിജ്റ പോകാൻ കഴിയാത്ത ഒരു കൂട്ടർ വേറെ ഉണ്ട്. അത് ഈ വിഷയത്തിൽ വരുന്നില്ല, അവർ നിവൃത്തിയിലായിട്ട് നിന്നതാണ്. ഇവിടെ നാലാമത്തെ ഒരു കൂട്ടർ സൗകര്യം ഉണ്ടായിട്ടും ഹിജ്റ പോകാതിരുന്നവർ, അതാണ് വല്ലദീന ആമനു വലം യുഹാജിറു, വിശ്വസിച്ചു ഹിജ്റ പോയില്ല. മാലക്കും, നിങ്ങൾക്കില്ല, മിൻ വലായത്തിഹിം, അവരുടെ സംരക്ഷണ ബാധ്യത, മിൻ ഷൈഇൻ, ഒരു തരത്തിലും, ഹത്താ യുഹാജിറു, അവർ ഹിജ്റ പോകുന്നത് വരെ. നമുക്കിന്ന് ഇവിടെ നിർത്താം, സമയമായില്ലേ. നാളെ നമുക്ക് ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. 14-15 മിനിറ്റൊക്കെ അയക്കണം, അത്ര മതി.
അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഗ്രഹിക്കാൻ നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹു നിൻ്റെ കലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ ആ പരാമർശ വിഷയം കൃത്യമായി മനസ്സിലാക്കി അത് ആദർശമായി സ്വീകരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകണേ. അള്ളാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب